മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോക മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോക മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് നീങ്ങില്ല. പ്രിയമുള്ളവരെ, ഏറ്റവും ആദ്യമായ എല്ലാവർക്കും ഉത്ഥാനത്തെ നാളിലെ മംഗളങ്ങൾ ഏറ്റവും സ്നേഹപൂർവ്വം നേരുകയാണ്. ഉത്തരനായ ഈശോയുടെ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാവരിൽ നാം എല്ലാവരിലും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇറ്റലിയിലുള്ള ഒരു മെത്രാനച്ചൻ്റെ കബറെടുപ്പിക്കൽ ഇപ്രകാരം എഴുതി വച്ചിരിക്കുന്നു: ഈ മെത്രാൻ ആരാണ് എന്നറിയണമെങ്കിൽ ചുറ്റും ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഈ കബറെടുപ്പിക്കൽ ഈ കല്ലറയിൽ എഴുതി വച്ചിരിക്കുന്ന ഈ വചനം വായിച്ച് നാം ചുറ്റും നോക്കുമ്പോൾ കാണുന്നത് ഒത്തിരിയേറെ ആശുപത്രികൾ, വൃദ്ധമന്ദിരങ്ങൾ, ധാരാളം സന്യാസ സഭകൾ, സ്കൂളുകൾ, അതുപോലെ തന്നെ പാവപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി പണിയപ്പെട്ട ഭവനങ്ങൾ, അതോടൊപ്പം തന്നെ നല്ല ഒരു പൂന്തോട്ടവും എല്ലാം ഈ പിതാവ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. ഇന്ന് നാം ഉയർപ്പ് തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഉത്തരനായ ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷം ഈ ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ എത്രയോ വലിയ മാറ്റങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക. തീർച്ചയായിട്ടും ശൂന്യമായ കല്ലറയും അതുപോലെ തന്നെ ചുരുട്ടി വയ്ക്കപ്പെട്ടിരിക്കുന്ന കച്ചയും മാത്രമല്ല ഉത്ഥാനത്തിൻ്റെ തെളിവുകൾ. ഈശോയുടെ ശിഷ്യന്മാർ, ഭയവികലരും ഭീരുക്കളുമായ ശിഷ്യന്മാർ ഭൂമിയുടെ അതിർത്തികളോളം ചെന്ന് ഈശോയ്ക്ക് സാക്ഷ്യം വഹിച്ചവരായിട്ട് മാറുകയാണ്. അതുപോലെ തന്നെ സഭയെ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന സാവൂൾ എന്ന വ്യക്തി പൗലോസായി മാറി ഈടുത്ത് ധാരാളം ലേഖനങ്ങൾ എഴുതി. നമ്മുടെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഈശോയുടെ ഉത്ഥാനമാണ്. ഈ ലോകം മുഴുവനും ദേവാലയങ്ങളും അതുപോലെ തന്നെ അതിൽ അർപ്പിക്കപ്പെടുന്ന അവിശുദ്ധ കുർബാനയും അതോടൊപ്പം തന്നെ ലക്ഷക്കണക്കിന് മനുഷ്യർ ഈശോയ്ക്ക് വേണ്ടി ജീവിച്ച് ഈശോയുടെ സന്ദേശം ലോകം മുഴുവനും നൽകിക്കൊണ്ടിരിക്കുന്ന ആ കാഴ്ച നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഈശോയുടെ അവതാരത്തിൻ്റെ ജീവിക്കുന്ന തെളിവുകൾ ആണ് നാം എല്ലാവരും.
നാം ഇന്ന് വായിച്ചു കേട്ട ഈ സുവിശേഷ ഭാഗം നമ്മുടെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാൻ ദുഃഖവെള്ളിയാഴ്ച നാം അനുസ്മരിച്ചു. അരിമത്യക്കാരനായ ജോസഫിന്റെ കല്ലറയിൽ ഈശോയെ സംസ്കരിച്ചു. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന യഹൂദ പ്രമാണികളും പരിസയ പ്രമുഖരും ഒക്കെ ഇപ്രകാരം പറയുകയുണ്ടായി: യേശുവിൻ്റെ ആ ശരീരം എടുത്തു മാറ്റിയതിന് ശേഷം അവൻ പ്രവചിച്ചതുപോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞുകൊണ്ട് ആ ശിഷ്യന്മാർ പറഞ്ഞു നടക്കും. അത് അവൻ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ അവൻ ജീവിച്ചിരിക്കുമ്പോൾ ഉണ്ടായതിനേക്കാൾ വലിയ തലവേദന നമുക്ക് സൃഷ്ടിക്കും. അതുകൊണ്ട് നമുക്ക് വളരെ ശക്തമായ കാവൽ ഏർപ്പെടുത്തണം. ഇതാ പടയാളികളും എല്ലാമായി ആ കല്ലറ വലിയ സംരക്ഷണ കവചമൊരുക്കി അവിടെ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ആ യേശുവിനെ കാണുവാൻ വേണ്ടി അതിരാവിലെ തന്നെ അവിടെ മഗ്ദല മറിയവും മറ്റേ മറിയവും കടന്നു വരികയാണ്. അവർ വരുമ്പോൾ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ് വരിക: ആ കല്ലറയിൽ വയ്ക്കപ്പെട്ടിരിക്കുന്ന വലിയ മൂടിക്കല്ല് ആരാണ് ഞങ്ങൾക്ക് വേണ്ടി മാറ്റിത്തരിക എന്ന്. പക്ഷെ അവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവർ കാണുകയാണ് ആ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്നു. അത് എവിടെ പോയി? ഇതാ അവർ അവിടേക്ക് വരുന്നതിന് മുമ്പേ വലിയൊരു അത്ഭുതം അവിടെ നടക്കുന്നതായി അവർ മനസ്സിലാക്കി. വലിയൊരു ഭൂകമ്പം അവിടെ ഉണ്ടായി. ഇതാ മനുഷ്യന്റെ അധികാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഒക്കെ ആ ചുവടുകൾ ആ ഭൂകമ്പം മൂലം ഇതാ അതെല്ലാം തള്ളി മാറ്റപ്പെടുകയാണ് ചെയ്യുക. മനുഷ്യന്റെ വലിയ വലിയ ആ ശക്തികൾ അവിടെ പരാജയപ്പെടുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. സത്യത്തെ കുഴിച്ചു മൂടുവാൻ, സത്യത്തെ ഇല്ലായ്മ ചെയ്യുവാൻ മനുഷ്യൻ കാണിക്കുന്ന എല്ലാ തരത്തിലുമുള്ള ആ ശ്രമങ്ങൾ അവിടെ വിഫലമാകുന്നതായി കാണുകയാണ്. ആ വലിയ കല്ലിന്റെ മുകളിൽ ഒരു മാലാഖ കയറിയിരിക്കുന്നതായി ഈ ഭക്തസ്ത്രീകൾ കാണുകയാണ്. മനുഷ്യന്റെ അഹങ്കാരമാകുന്ന ആ കല്ലിന്റെ മേൽ വിജയസിംഹാസനം ഒരുക്കിയിരിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുകയാണ്. മരിച്ചവരെ കാവൽ നിൽക്കുന്ന പടയാളികൾ മരിച്ചവരെ പോലെയായി എന്നാണ് തിരുവചനം പറയുക. മനുഷ്യന്റെ പരിമിതിയും ദൈവത്തിന്റെ അനന്തമായ ശക്തിയും അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ആ ഭക്തസ്ത്രീകൾ മറിയവും മഗ്ദല മറിയവും മറ്റേ മറിയവും ആ കല്ലറയിലേക്ക് പ്രവേശിച്ചപ്പോൾ അവർ കാണുകയാണ് കച്ച ചുരുട്ടി വയ്ക്കപ്പെട്ടിരിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു മൂലയിലേക്ക് മാറ്റി വയ്ക്കപ്പെട്ടിരിക്കുന്നതായി കാണുക. യഹൂദ സംസ്കാരം അനുസരിച്ച്, പാരമ്പര്യം അനുസരിച്ച് ഒരു യജമാനന്റെ ഭൃത്യൻ ആ യജമാനന്റെ ഭക്ഷണ കാര്യങ്ങളിൽ അതീവ ശ്രദ്ധാലുവായിരിക്കണം എന്നുള്ളതാണ്. ആ ഭക്ഷണമെല്ലാം കഴിച്ച് അവിടെ ഉണ്ടായിരിക്കുന്ന തൂവാല അത് നന്നായി മടക്കി വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ച് പൂർത്തിയായിരിക്കുന്നു, ഇനി എനിക്ക് വേണ്ട, മതി എന്നതാണ് അതിന്റെ അർത്ഥം. പക്ഷേ ആ കച്ച തന്നെ അല്ലെങ്കിൽ ആ തൂവാല തന്നെ അത് ചുരുട്ടി ഒരു മൂലയിലേക്ക് ഇടുകയാണെങ്കിൽ അതിന്റെ അർത്ഥം ഭക്ഷണം കഴിക്കാൻ ഇനിയും വരും എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. യജമാനൻ ഭക്ഷണമെല്ലാം ഒരുക്കി ഈ പരിചാരകൻ ദൂരെ മാറി നിന്ന് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കും. അപ്പോൾ ചുരുട്ടിയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ വീണ്ടും ഭക്ഷണമെല്ലാം ഒരുക്കി കാത്തിരിക്കണം. ഇവിടെ ഇതാ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ഈ കച്ച ഒരു മൂലയിൽ ചുരുട്ടി വെക്കുന്നതായിട്ടാണ് കാണുക. അതിന്റെ അർത്ഥം ഇനിയും ഞാൻ വരും എന്ന സന്ദേശമാണ് ഈശോ നൽകുന്നത്. അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈശോ വീണ്ടും വരികയാണ്. തിബേരിയോസ് കടൽ തീരത്തേക്ക് ഈശോ കടന്നു വരുന്നു.
അവിടെ വല നന്നാക്കിക്കൊണ്ടിരുന്ന ശിഷ്യന്മാരോട് ചോദിച്ചു, മക്കളെ, നിങ്ങൾക്ക് മീൻ വല്ലതും കിട്ടിയോ? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. അങ്ങനെ ആ ഉത്തിതനായ ഈശോ അവർക്ക് വേണ്ടി പ്രാതൽ ഒരുക്കുന്ന കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ശിഷ്യന്മാരുടെ മധ്യയെ കടന്നു വരുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരെ അനുഗമിക്കുന്ന ഈശോയെ കാണുവാനായിട്ട് സാധിക്കും. ഇന്ന് വിശുദ്ധ കുർബാനയിലൂടെ നമ്മുടെ ഇടയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വരുന്നു, അവിടുന്ന് വീണ്ടും വരും എന്നുള്ള ആ സന്ദേശം ഈശോയുടെ ആ കച്ചയിലൂടെ നമുക്ക് തിരുവചനങ്ങൾ പറഞ്ഞു തരുകയാണ്. ഈ ഈശോയുടെ ഉയർപ്പ് നമുക്കെല്ലാവർക്കും വലിയ പ്രത്യാശ നൽകുന്നതാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വചനം, പ്രത്യാശ നമ്മെ നിരാശരാക്കുകയില്ല. ഒരു മനോഹരമായ ഗാനം നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല. ഈ ഗാനം എഴുതിയത് സജിയച്ചൻ എന്നൊരു വൈദികനാണ്. ഈ കഥ എഴുതുന്ന അല്ലെങ്കിൽ ഈ പാട്ട് എഴുതുന്നതിന്റെ ആ സന്ദർഭം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് ഇപ്രകാരമാണ്. ഈ സജിയച്ചന് തലയിൽ ക്യാൻസർ ബാധിച്ച് വെല്ലൂർ ആശുപത്രിയിൽ അദ്ദേഹം ഇങ്ങനെ കഴിയുകയാണ്. ഒത്തിരിയേറെ കീമോയും അതുപോലെ തന്നെ റേഡിയേഷനും എല്ലാം നടത്തണം. വളരെയേറെ വേദനയുള്ള ആ സമയത്തിലൂടെയാണ് അദ്ദേഹം കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ മനസ്സാരം തകർന്നു പോവുകയാണ്. ഈശോയ്ക്ക് വേണ്ടി ജീവിച്ചതാ ഞാൻ ഈ രോഗക്കിടക്കയിൽ, ഈ കട്ടിലിൽ നിരാശയോടെ കിടക്കുന്നു. അവിടെ ഒരു പുസ്തകം അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയാണ്. ബോബി കട്ടിക്കാട്ടച്ഛന്റെ പുസ്തകം. ആ പുസ്തകത്തിലെ ഒരു സംഭവമാണ് അദ്ദേഹത്തെ ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കുവാനായിട്ട് പ്രേരിപ്പിച്ചത്. ആ സംഭവം ഇപ്രകാരമാണ്. 2 മനുഷ്യർ ദേവാലയത്തിലേക്ക് കടന്നു വരികയാണ്. അവിടെയുള്ള വിശുദ്ധ ബലിയിൽ, പ്രാർത്ഥനയിൽ എല്ലാം പങ്കുചേർന്ന്, ആരാധനയിലെല്ലാം പങ്കുചേർന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ അവർ കാണുകയാണ്, മഴ പെയ്യുകയാണ്. അപ്പോൾ അതിലൊരു മനുഷ്യൻ ഇപ്രകാരം പറയുകയാണ്, എന്തൊരു നശിച്ച മഴ! എന്റെ ഭാര്യ പറഞ്ഞായിരുന്നു ഇതിനൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞതായിരുന്നു. അതനുസരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ മറ്റേയാൾ പറയുകയാണ്, സുഹൃത്തെ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഒരു ശാന്തതയുണ്ടാകും, ഇടവേളയുണ്ടാകും. നമ്മൾ അല്പം കാത്തിരുന്നാൽ മാത്രം മതി. ഒരു രാത്രി ഉണ്ടാകുമെങ്കിൽ അതിനൊരു പകലുണ്ട്. നമ്മൾ അസ്വസ്ഥപ്പെടേണ്ട. കാറ്റ്, കൊടുങ്കാറ്റടിച്ചാൽ ശാന്തതയുണ്ടാകും. നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി എന്ന് ആ സുഹൃത്ത് പറയുകയാണ്. ഈ സംഭവം വായിച്ചപ്പോൾ ആ സംഭവം ഈ സജിയച്ചിന് വലിയ പ്രത്യാശ പകർന്നു കൊടുക്കുകയാണ്. ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരികയാണ്. ഈ ഗാനം അദ്ദേഹം എഴുതുകയാണ്. ഉത്തിതനായ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത് ഇതാണ്, നമ്മൾ കാത്തിരുന്നാൽ മാത്രം മതി. 3 ദിവസം ദൈവത്തിന്റെ സമയം എന്നതാണ് അതിന്റെ അർത്ഥം. 3 ദിവസം നാം കാത്തിരുന്നാൽ, ദൈവത്തിന്റെ സമയത്തിനായി നാം കാത്തിരുന്നാൽ, നാം ഒരിക്കലും നിരാശരാകേണ്ടതില്ല എന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 28-ാം തിരുവചനം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അവിടുത്തെ ആശ്വാസ വചനങ്ങൾ സാന്ത്വന മഴയായി നമ്മുടെ ഹൃദയങ്ങളിൽ പെയ്തിറങ്ങണം എന്ന് ഈ ഈസ്റ്റർ ദിനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതാ ഈ ഈസ്റ്റർ ദിനം നമ്മോട് പറഞ്ഞു തരുന്നത് എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 22-ാം തിരുവചനമാണ്. നിന്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കുക എന്നതാണ് അവിടെ നമ്മൾ കാണുക. അപ്രകാരം പഴയ മനുഷ്യനെ ഉരിഞ്ഞ് മാറ്റി പുതിയ മനുഷ്യരെ ധരിച്ച നിരവധി വ്യക്തികളെ തിരുവചനങ്ങളിലും നമ്മുടെ ജീവിത യാത്രകളിലും നമുക്ക് കണ്ടുമുട്ടുവാനായിട്ട് സാധിക്കും. സക്കേവൂസ് അദ്ദേഹം ഒരു മെത്രാനായി മാറി എന്നാണ് പാരമ്പര്യം പറയുക. അതുപോലെ തന്നെ മഗ്ദലന മറിയം, ആ മഗ്ദലന മറിയം അപ്പോസ്തലന്മാരുടെ അപ്പോസ്തലയായി സഭ പ്രഖ്യാപിച്ചതായിട്ട് നമുക്കറിയാം. വലിയ പാപവഴികളിലൂടെ നടന്ന
ഈശോ തന്നെ 7 പിശാചുക്കളെ പുറത്താക്കിയ മഗ്ദലന മറിയം ഇതാ സഭയുടെ പ്രേക്ഷിതയായി അപ്പോസ്തലന്മാരോട് ഈശോയുടെ ഉത്ഥാന രഹസ്യം അറിയിച്ച അപ്പോസ്തലയായി ദൈവം ഉയർത്തുകയാണ്. അതുപോലെ തന്നെ നല്ല കള്ളൻ പറുദീസ സ്വന്തമാക്കുകയാണ്. പഴയ ആ ജീവിതാവസ്ഥകളെല്ലാം ഉരിഞ്ഞു മാറ്റിയപ്പോൾ ആ വ്യക്തി പറുദീസ സ്വന്തമാക്കുകയാണ്. വിശുദ്ധ അഗസ്തീനോസ് നമ്മുടെ ജീവിത വഴികളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു വിശുദ്ധരാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റിയ വ്യക്തി നമ്മുടെ ജീവിതത്തിൽ ഈശോയെ സ്വന്തമാക്കുമ്പോൾ നാം എല്ലാവരും പുതിയ വ്യക്തിയായി മാറുകയാണ്. ഈശോ ഉത്തിതനായ ഈശോ സന്നിഹിതനായിരിക്കുന്നത് മധ്യത്തിലാണ് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2-3 പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും എന്നാണ് തിരുവചനം പറയുക. ആ ഈശോ എപ്പോഴും നമുക്ക് കാണുവാൻ കഴിയുക 2 പേരുടെ അല്ലെങ്കിൽ നിരവധി പേരുടെ മധ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ കാണുന്നുണ്ട് പരിശുദ്ധ തൃത്വത്തിന്റെ പിതാവ് പരിശുദ്ധാത്മാവ് അവരുടെ മധ്യേ ഈശോയെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ തിരുക്കുടുംബത്തിൽ യേശുപിതാവിന്റെയും മാതാവിന്റെയും മധ്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 2 കള്ളന്മാരുടെ മധ്യേ അവിടുന്ന് കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ആകാശത്തിനും ഭൂമിക്കും മധ്യേ അവിടുന്ന് മരിക്കുന്നു. അങ്ങനെ ആ ഈശോ നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്. നമ്മുടെ കൂട്ടായ്മയിലാണ് ഈശോ ഉയർത്തെഴുന്നേൽക്കുക, അവിടുന്ന് സന്നിഹിതനായി തീരുക. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, നമ്മുടെ ഇടവകയിൽ എല്ലാമാണ് അവിടുന്ന് സന്നിഹിതനായി തീരുക. ആ കൂട്ടായ്മ വളർത്തുവാൻ, ആ സഹോദര്യം ഉണ്ടാകുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ഉത്തിതനായ ഈശോയുടെ ആ അനുഭവം നമുക്ക് സ്വന്തമാക്കുവാനായിട്ട് സാധിക്കും. ഉത്തിതനായ ഈശോ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് 2 കാര്യങ്ങളാണ് അവിടുന്ന് ചെയ്യുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അവിടുന്ന് സമാധാനം ആശംസിക്കുന്നു. എല്ലാവർക്കും നിങ്ങൾക്ക് എന്റെ സമാധാനം എന്നുള്ള ആ ആശംസയാണ് അവിടുന്ന് നൽകുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 25-ാം തിരുവചനത്തിൽ നാം കാണുക, ലോകം നിങ്ങൾക്ക് നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്ന സമാധാനം. കാരണം ഈശോ ആ സമാധാനം സ്വന്തമാക്കിയത് അസ്വസ്ഥതകളും വേദനകളും വിഷമങ്ങളും എല്ലാം സ്വീകരിച്ചുകൊണ്ട് അതിനെ ഒരു പുതിയ കാഴ്ചപ്പാടോടുകൂടി, പുതിയ മനോഭാവത്തോടുകൂടി അതിനെ സ്വീകരിച്ചപ്പോൾ നമുക്ക് നൽകുവാൻ അവിടത്തേക്ക് ഒരു പുതിയ സമാധാനമുണ്ട്. പിലാത്തോസിനോട് ഈശോ ഇപ്രകാരം പറയുന്നുണ്ട്, ഇത് ഞാൻ തന്നെ സ്വീകരിച്ചതാണ്, ഇത് ഞാൻ തന്നെയാണ് ഏറ്റെടുത്തത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത്, ഇത് സഹിക്കുവാൻ വേണ്ടി, അങ്ങനെ വിശുദ്ധ കുർബാനയായി തീരുവാൻ, സമാധാനമായി തീരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന് ഈശോ പറയുകയാണ്. ഇതാ നമ്മൾ കാണുകയാണ് ഈശോയെ അടുത്ത് അനുകരിച്ച ഫ്രാൻസിസ് അസീസി പുണ്യവാളൻ. ആ പുണ്യവാളന്റെ ശരീരത്തിൽ പഞ്ചക്ഷതങ്ങൾ ഉണ്ടായിരുന്നു എന്ന് നമുക്കറിയാം. വലിയ ദുർഗന്ധം വമിക്കുന്ന ആ പഞ്ചക്ഷതങ്ങൾ, പക്ഷേ അദ്ദേഹത്തിന്റെ മരണക്കിടക്കയിൽ ആ പഞ്ചക്ഷതങ്ങൾ പരിമളം പകരുന്ന, വമിപ്പിക്കുന്ന പരിമളം, സുഗന്ധം പകരുന്ന ആദായി മാറി അനേകര് അവിടേക്ക് ഓടി വന്നു എന്ന് അസീസി പുണ്യവാളന്റെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തുവിന്റെ പരിമളങ്ങളാണ് ഞങ്ങൾ എന്ന് ഇതാ പൗലോസ് ശ്ലീഹ നമ്മോട് പറയുകയാണ്. തോമാസ് ശ്ലീഹായെ തന്റെ തിരുമുറിവുകൾ അവിടുന്ന് കാണിക്കുകയാണ്. അവിടുത്തെ മുറിവുകൾ തിരുമുറിവുകളായി മാറിയത് നമുക്ക് വേണ്ടി ആ മുറിവുകൾ സ്വീകരിച്ചത് കൊണ്ടാണ്. അവിടുന്ന് നമുക്ക് നൽകുവാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇതാ നോക്കൂ, നിങ്ങൾക്ക് വേണ്ടി മുറിയപ്പെട്ട എന്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ട എന്റെ രക്തം, വന്ന് കാണുവിൻ, എന്നെ സ്വീകരിക്കുവിൻ, എന്നെ സ്വന്തമാക്കുവിൻ. എന്നെ സ്വീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്നിൽ വസിക്കും, നിത്യജീവൻ അവകാശമായി മാറും. ഇതാ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ആ കല്ലറയിലേക്ക് ഒരു വിശുദ്ധ പത്രോസ് ശ്ലീഹ ഓടി വരുന്നു. ആ പത്രോസ് ശ്ലീഹയുടെ കൂടെ പേര് പറയാത്ത ഒരു ശിഷ്യനും ഓടി വരുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ പേര് പറയാത്ത ശിഷ്യൻ യോഹന്നാൻ ശ്ലീഹായാണ് എന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കിയാലും നമ്മുടെയൊക്കെ ജീവിതത്തിൽ അത് നമ്മൾ ഓരോരുത്തരും ആയിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ കല്ലറയിലേക്ക് നാമും ഓടി വരണം, ആ ഈശോയെ കാണുവാൻ, ഈശോയുടെ സ്നേഹം അനുഭവിക്കുവാൻ.
അവിടെ ചെന്നു കഴിയുമ്പോൾ അവിടുന്ന് നമ്മോട് മഗ്ദലന മറിയത്തോട് ചോദിച്ച അതേ ചോദ്യം ചോദിക്കും. നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് വിഷമിക്കുന്നത്? ഞാൻ നിന്റെ കൂടെ ഉണ്ടല്ലോ. നിനക്ക് വേണ്ടി സഹിച്ച ആ യേശു കൂടെയുണ്ട്. ഗലീലയിലേക്ക് അവിടുന്ന് കടന്നു വരുമെന്ന് വചനത്തിലൂടെ അവിടുന്ന് പറയുകയാണ്. എന്താണ് ഗലീലി? പാവപ്പെട്ട മനുഷ്യർ വസിക്കുന്ന സ്ഥലം, പാപികളായ മനുഷ്യർ വസിക്കുന്ന സ്ഥലം. ആ സ്ഥലം നമ്മുടെ സ്ഥലമാണ്, നമ്മുടെ ജീവിത സാഹചര്യമാണ്. അവിടേക്ക് ഈശോ കടന്നു വരും, നമ്മെ ആശീർവദിക്കുവാൻ, നമ്മെ അനുഗ്രഹിക്കുവാൻ. ഒന്നിനും ഓർത്ത് നമ്മൾ ആകുലപ്പെടേണ്ട. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. നമ്മുടെ കണ്ണുനീർ കുട്ടിയിലാക്കുന്ന, നമുക്ക് സന്തോഷവും സമാധാനവും ആശംസിക്കുന്ന ആ ഈശോയുടെ ഉത്ഥാനം സ്വന്തമാക്കിക്കൊണ്ട് ഈശോയുടെ പരിമളങ്ങളായി തീരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. വിശുദ്ധീകരണത്തിലെ ബലിപീഠമേ